നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യുവാക്കൾ വരെ ലഹരിയുടെ അടിമകളായി എന്നുള്ളത് അത്ഭുതത്തോടെ മാത്രമേ വീക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരമ്മ തന്റെ കൊലയാളിയെ പ്രസവിച്ച വാർത്ത നാം കണ്ടു. സ്വന്തം ഘാതകനെ അമ്മ തന്നെ പ്രസവിക്കുന്നു. ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എന്നാണ് മകൻ പറഞ്ഞത്. 68 വയസ്സുകാരിയെ അമ്മൂമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ലഹരി ബാധിച്ച പേരമകൻ ശ്രമിക്കുകയും അവസാനം അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് മകനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യം കോഴിക്കോടുണ്ടായി. 12 വയസ്സുകാരനായ സഹോദരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA കൊടുത്ത ഒരു സംഭവം കേരളത്തിലുണ്ടായി. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നത് രക്ഷിതാക്കൾക്ക് അറിയാൻ പറ്റുന്നില്ല. മദ്യമോ സിഗരറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലാവും. MDMA പോലുള്ള സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുമ്പോൾ പലർക്കും അത് അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നേരത്തെ അറിയാൻ പറ്റുക? ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ എടുത്തിയാട്ടം കൂടുതലായിരിക്കും. ഒരേ വിഷയത്തിൽ കുറേ സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ അവർക്ക് കഴിയും. അവരുടെ മുറിയിൽ ഒരുപാട് സമയം അടച്ചിട്ടിരിക്കും. ടോയ്ലറ്റിൽ ഒരുപാട് സമയം അവർ ചെലവഴിക്കും. അതുപോലെ ശരീരഭാരം കുറയും. ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ ഉറക്കം വളരെ കുറവായിരിക്കും അവർക്ക് ഉണ്ടാവുക. പെട്ടെന്ന് അസ്വസ്ഥരാകും. ഏകാന്തരായിരിക്കാനാണ് അവർ പൊതുവെ ഇഷ്ടപ്പെടുക. 5-6 മണിക്കൂർ ദീർഘദൂര യാത്ര ചെയ്യുമ്പോഴേക്ക് അവരാകെ അസ്വസ്ഥരായിട്ടുണ്ടാവും. ഇടയ്ക്ക് ഛർദ്ദിക്കുകയും ചെയ്യും. അതുകൂടാതെ വീട്ടിൽ നിന്ന് പൈസ കളവ് പോകുന്നുണ്ടെങ്കിൽ മക്കൾ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ രാത്രി ഒരുപാട് സമയം വൈകി വരിക എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത്തരം ചില സൂചനകളിലൂടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.